ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മല്ലു വ്ളോഗർ. ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാവുന്ന കുറച്ച് ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങളാണ് OTT റിലീസിന് എത്തുന്നത്. മലയാളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചിത്രങ്ങൾ OTT റിലീസിനുണ്ട്. അതുപോലെ തന്നെ അന്യഭാഷ ചിത്രങ്ങളും ഈ ഒരാഴ്ച OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് ആക്ടർ ചേരൻ, അതുപോലെ തന്നെ ആര്യ സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്ററൈസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി നമ്മുടെ സോണി ലീവ് ആണ്. ചിത്രം ഇപ്പോൾ സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം സോണി ലീവിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, കോട്ടയം നസീർ, അതുപോലെ തന്നെ റോണി ഡേവിഡ്, സിജു സണ്ണീൻ, അമീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഒരു കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയറിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഒരു മലയാള ചിത്രം കൂടിയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലുക്മാൻ അവറാൻ, അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോട്, വീണ നായർ, അതുപോലെ തന്നെ അഞ്ജന പ്രകാശ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താൻ ചിത്രമായിരുന്നു കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി നമ്മുടെ സൈന പ്ലേയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനശ്വര രാജൻ, അതുപോലെ തന്നെ ഇന്ദ്രജിത് സുകുമാരൻ, ഡയാന ഹമീദ്, ബിജു പപ്പൻ, രാഹുൽ മാധവ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള റൊമാൻറ്റിക് കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്നത്. കുറച്ച് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രം വന്നത് പോയത് ഒരാൾ പോലും അറിഞ്ഞില്ല. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് മനോരമാക്സ് ആണ്. ചിത്രം ഇപ്പോൾ ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പൈനികങ്ങളും ഗവനിക്കവും എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വിദ്യാർത്ഥ്, കരുണാകരൻ, അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ, ചന്ദ്രമൗലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് പൈനികങ്ങളും ഗവനിക്കവും എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രം ഓൾറെഡി 2020 തിയേറ്ററൈസ് ചെയ്ത് ആ വർഷം ഏപ്രിൽ മാസം തന്നെ ആഹ തമിഴിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ള OTT സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രം കൂടിയാണ്. ചിത്രം ഇപ്പോൾ സിംപ്ലി സൗത്തിലൂടെ ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി വീണ്ടും റിലീസിന് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 8 വസന്തലു എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. രവി തേജ, അതുപോലെ തന്നെ അനന്തിക സനൽകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു 8 വസന്തലു എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്നത് ജൂലൈ മാസം 11-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം തെലുങ്ക് ഭാഷയിലും തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മലയാള ആക്ടർ ജയകൃഷ്ണൻ, അതുപോലെ തന്നെ നന്ദൻ ഉണ്ണി, ചാർമിള, തൻവി വിനോദ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സിംപ്ലി സൗത്താണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി നമ്മുടെ സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു കന്നഡ മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. മിസ്റ്റർ റാണി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പാർവതി നായർ, അതുപോലെ തന്നെ മധുചന്ദ്ര, ദീപക് സുബ്രഹ്മണ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കന്നഡ കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമാണ് മിസ്റ്റർ റാണി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ ലയൺസ് ഗൈഡ് OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആപ് ജയ്സാ കോയ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ആർ മാധവൻ, അതുപോലെ തന്നെ ഫാത്തിമ സന ഷെയ്ഖ്, മനീഷ് ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ആപ് ജയ്സാ കോയ് എന്ന് പറയുന്നത്. ചിത്രം
ചിത്രം നെറ്റ്ഫ്ലിക്സിൻ്റെ ഡയറക്റ്റ് OTT എത്തുന്നതാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി ഡയറക്റ്റ് OTT നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാവുന്ന കുറച്ച് അപ്കമിംഗ് ആയിട്ട് ഇറങ്ങാവുന്ന കുറച്ച് OTT അപ്ഡേറ്റുകളാണ്. അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുബേര എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധനുഷ് രാജ, നാഗാർജുന, രശ്മിക മന്ദാന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒരു ക്രൈം ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു കുബേര എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ജൂലൈ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 18-ാം തീയതിയോ അല്ലെങ്കിൽ 19-ാം തീയതിയോ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ചിലപ്പോൾ ചിത്രം ഈ ഒരാഴ്ചയിൽ ലിക്വിഡ് റിലീസായിട്ട് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു മച്ചു, അതുപോലെ തന്നെ പ്രഭാസ്, മോഹൻലാൽ, ആർ ശരത്കുമാർ, കാജൽ അഗ്രവാൾ, അങ്ങനെ മോഹൻ ബാബു, അങ്ങനെ ഒരുപാട് വൻ താരനിരയോട് കൂടിയിട്ടുള്ള ഇവരൊക്കെ ഗസ്റ്റ് അപ്പിയറൻസിലൊക്കെ വന്നിട്ടുള്ള വൻ താരനിരയോട് കൂടി വന്നിട്ടുള്ള ഒരു ഹിന്ദു എപ്പിക് ഡിവോഷണലി ചിത്രമായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈമാണെന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇല്ലെങ്കിലും ചിത്രം ലീക്ക്ഡ് റിലീസായിട്ട് ഈ ഒരു ആഴ്ചയിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. തിയേറ്ററിൽ അട്ടപ്പട്ടല മൂഞ്ചി പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മല്ലിക സുകുമാരൻ, അതുപോലെ തന്നെ അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അസിത് നെടുമങ്ങാട്, മാർക്കോസ് നോബി എന്നിവർ, ബൈജു സന്തോഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് മനോരമാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അസ്ത്ര എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് നമ്മുടെ അമിത് ചക്കാലക്കൽ, അതുപോലെ തന്നെ സുഹാസിനി കുമരൻ, കലബോൻ ഷാജോൺ, സുധീർ കരമന, സെന്തിൽ കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു അസ്ത്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെത്തുപോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 18-ാം തീയതി മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നടിഗർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് നമ്മുടെ ടോവിനോ തോമസ്, സുരേഷ് കൃഷ്ണ, ഗണപതി, ബാലു വർഗീസ്, സൗബിൻ സാഹിർ എന്നീ വൻപൻ താരനിരയോട് കൂടി വന്നിട്ടുള്ള ഒരു മലയാള ചിത്രമായിരുന്നു നടിഗർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് സൈനപ്ലൈ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം വരുന്നത് ഒന്നെങ്കിൽ ജൂലൈ മാസം 12-ാം തീയതി അല്ലെങ്കിൽ ജൂലൈ 18-ന് ചിത്രം സൈനപ്ലൈയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ചിത്രം തിയേറ്ററിലൈസ് ചെയ്ത് OTT ആ ഒരു വാങ്ങാതിരുന്നതാണ്. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം സൈനപ്ലൈയിലൂടെ ഉടൻ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സംശയം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് നമ്മുടെ ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട്, ലിജോ മോൾ, അതുപോലെ തന്നെ സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു സംശയം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ മനോരമാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ജൂലൈ മാസം തന്നെയാണ് റിലീസിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. മേ ബി ചിത്രം ജൂലൈ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ഷാമോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെയും OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തിന് മുമ്പ് കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമാക്സിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നെങ്കിലും ഇതുവരെ യാതൊരു അപ്ഡേറ്റും ഇല്ല. മേ ബി ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി മനോരമാക്സിന് പകരം ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് നമ്മുടെ ഗിന്നസ് പക്രു, ടിനി ടോം, അതുപോലെ തന്നെ ശിവജി ഗുരുവാർ, TJ രവി, അങ്ങനെ ഒട്ടനവധി താരനിരയോട് കൂടി വന്നിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത്. തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമാക്സ് ആണ്. അതുപോലെ തന്നെ ആമസോൺ പ്രൈമും ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മേ ബി ചിത്രം ഈ വരുന്ന കമ്മിങ് സൂൺ പോസ്റ്ററായിട്ട് ചിലപ്പോൾ ചിത്രം നാളെ സർപ്രൈസ് റിലീസായിട്ട് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ചട്ടവും നീതിയും എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. C5 ഡയറക്റ്റ് OTT എത്തുന്ന ഒരു വെബ് സീരീസാണ് ചട്ടവും നീതിയും എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ജൂലൈ മാസം 18-ാം തീയതി ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. തമിഴ് ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നൊരു അപ്ഡേറ്റ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആഭ്യന്തര കുറ്റവാളി
കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, പ്രേംകുമാർ, അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ഹർശ്രീ അശോകൻ, ജഗദീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഒരുപാട് വെല്ലുവിളികളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടാണ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒഫീഷ്യലി ചിത്രം കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 18-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഭൈരവം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബെല്ലക്കോട്ടെ ശ്രീനിവാസ്, അതുപോലെ തന്നെ മച്ചു മനോജ്, അതുപോലെ തന്നെ നിറ രോഹിത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഭൈരവം എന്ന് പറയുന്നത്. തമിഴ് ഗരുഡ എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിൻ്റെ റീമേക്കാണ് ഭൈരവ എന്ന് പറയുന്നത്. ദിവ്യ പിള്ളയൊക്കെ ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 18-ാം തീയതി നമ്മുടെ C5 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു സൂപ്പർ സിന്ദഗി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഓൾറെഡി ഈ ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി OTT റിലീസ് ഈ വരുന്ന ദിവസം തന്നെ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. വൈഭവ്, അതുല്യ രവി, അതുപോലെ തന്നെ മൊട്ട രാജേന്ദ്രൻ, ജോൺ വിജയ്, അനന്തരാജൻ, രഡിൻ ഗിസ്ലീൻ, അതുപോലെ തന്നെ സുനിൽ റെഡ്ഡി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഹൈസ്റ്റ് കാറ്റഗറിയിൽ എടുത്തുന്ന ഒരു കോമഡി ചിത്രമായിരുന്നു ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ടെൻഡാക്കോട്ടയാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 18-ാം തീയതി ടെൻഡാക്കോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.